ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൽക്കാരമാണ്, ഒരു യാത്രയപ്പാണ്, അതുപോലെ ഒരു പുതിയ സംരംഭത്തിൻ്റെ തുടക്കമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിന് ഞാനും ഇക്കാക്കിയും ബാബിയും കുട്ടികളൊക്കെ കൂടി ഇതാ നമ്മൾ യാത്ര പറയാൻ വേണ്ടിയിട്ട് തറവാട്ടിലും മുത്തപ്പൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഉസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേയിൽ അതായത് നമ്മളെ നെബുവിൻ്റെ ഷോപ്പിൻ്റെ നെബുവിൻ്റെ മാത്രമല്ല നമ്മളെ ഷോപ്പ് എന്ന് പറയട്ടെ നമ്മൾ. അപ്പോൾ നെബു വരാൻ നിൽക്കുന്നവർക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല, വീഡിയോസിൽ ഉണ്ടാവലുണ്ട് കേട്ടോ. അവളുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ അവളുടെ ഷോപ്പിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇനോഗ്രേഷൻ കാര്യങ്ങൾ വരുന്നത്. അന്നാണ് എൻ്റെ ഇക്കാക്ക തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാക്ക വരുന്ന ഡേയിലായിരുന്നു അവളുടെ ഒഫീഷ്യൽ നെയിം ലോഞ്ചിങ്ങിൻ്റെ പ്രോഗ്രാം. അന്ന് അവരെ നമ്മൾ പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല, എത്താൻ ലേറ്റായി. അങ്ങനെ നമ്മൾ ഇക്കാക്ക പോകുന്നതിന് തലേ ദിവസം പട്ടാമ്പിക്ക് എത്തിയതാണ്, പിന്നെ ഇനോഗ്രേഷനും വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ TNT പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. TNTയിലെ ഷവായ പിന്നെ ടേസ്റ്റ് പറയണ്ടല്ലോ. പക്ഷേ എനിക്ക് ചില സമയത്ത് ഷവായും ഷവർമയും കുബൂസിനോടൊന്നും വലിയൊരു എയിം തോന്നൂല കേട്ടോ. അന്ന് പിന്നെ ഒരു മനസ്സോടെ അങ്ങനെ കേൾക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഇക്കൂനാണെങ്കിൽ ഫുഡ് നമ്മൾ മതിയാക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മൊത്തം കഴിപ്പിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രവാസിയതിൻ്റെ ശേഷം തീരെ നമ്മൾ വേസ്റ്റൊക്കെ സമ്മതിക്കില്ല. മതി എന്ന് പറഞ്ഞാൽ എന്നോട് പറയും കഴിക്കുന്നു. അങ്ങനെ നേരമോളും പപ്പം കൂടി ഇരുന്നിട്ട് നല്ല ഫുഡ് കഴിക്കലാണ്. പിറ്റേ ദിവസം ഇക്കാക്ക പോവുകയാണ്. ഒരു സന്തോഷം സങ്കടവും നിറഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ അത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡിക്ക് പോവാണ്. ഇനി ഡിക്കുനാണ് പോയിട്ട് ആരൊക്കെ ഉണ്ടാവും? കട്ട ചങ്ക് ആരൊക്കെ ഉണ്ടാവും? കട്ട ചങ്ക് റാഫി. പിന്നെ വേറെ ആരുണ്ടാവുക? ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ പേരൊക്കെ മനസ്സിൽ പറയും. ഓപ്പൽക്കുണ്ട്, പിന്നെ ആരിഫുണ്ട്, പിന്നെ സേഫുണ്ട്, റഫിയാക്കുണ്ട്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ 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 അമ്പാടി ഉണ്ട്, ഉണ്ട്, അമ്പാടിക്കാക്ക, പിന്നെ എല്ലാവരും പിന്നെ പറയണ്ടേ, പിന്നെ മുബഷിർക്കുണ്ട്, മാത്രമില്ല. പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇല്ലാത്തവരാ? അവിടെ പോയ നെഫ്റ്റില്ലല്ലോ, അവിടെ എങ്ങനെ നെഫ്റ്റ് ഉണ്ടാവും? നെഫ്റ്റിനവിടെ ഇക്കാക്ക പോയി 2-3 ദിവസം കഴിഞ്ഞാൽ ഇക്കും പോവാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. സത്യം പറഞ്ഞാൽ അൺസൈക്കബിൾ മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇക്കാക്കും ബാബിയും കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ്. ബാബിക്ക് ഒരു തലകർക്ക് ക്ഷീണമൊക്കെ ആയപ്പോൾ അപ്പോൾ അവരവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ TNTന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇക്കാക്ക പോവും. അപ്പോൾ അതിന് ഭയങ്കര വിഷമമുണ്ട്, സന്തോഷമുണ്ട് അടുത്ത ഷോപ്പ് തുറക്കണതിൻ്റെ. പിന്നെ ബാബിയും കുട്ടിയും ഇപ്പം തന്നെ പോകില്ല കേട്ടോ. അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് നേരമോളും ബാബിയും പോവുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നു. അവിടെ നല്ല ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഇനോഗ്രേഷന് പോകണം. ഇക്കാക്കാനെ ഡ്രോപ്പ് ചെയ്യണം. ഇക്കാക്ക ട്രെയിനിനാണ് കേട്ടോ പോണത്. ഇനോഗ്രേഷൻ രാവിലെ 10 മണിക്കാണ്. അപ്പോൾക്ക് നമുക്ക് ഇക്കാക്കാനെ ആക്കിയിട്ട് വേണം പോകാൻ. അപ്പം നല്ല പത്തിരിയും അതുപോലെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും. ഇക്കാക്കൊക്കെ സ്പെഷ്യൽ ദോശ. ഇക്കാക്ക പത്തിരി പൊറാട്ട ഒന്നും കഴിക്കില്ല കേട്ടോ. അവനക്ക് ഞാൻ പറയും ഞങ്ങളെ വീട്ടിലെ ദേശീയ കടി, ഇക്കുവിൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഇതാ ഇക്കാക്ക പോവാണ്. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും കൂടി കാണാനുള്ള ശക്തിയില്ല. പിന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് ഇക്കാക്ക അങ്കമാലിക്ക് ട്രെയിന് പോകണം. രാവിലെ 10:15 ട്രെയിൻ എന്ന് പറഞ്ഞു. പിന്നെ 10:30 പിന്നെ ട്രെയിൻ ലേറ്റായി എത്താൻ നല്ല ലേറ്റായി. പിന്നെ കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ വേറെ സിസ്റ്റേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഇക്കാക്ക മാത്രമാണ്. എൻ്റെ മൂത്ത ബ്രദറാണ്. ഞാനും ഇക്കാക്കി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഉമ്മാക്കും ഉപ്പാക്കും 2 കുട്ടികൾ. അങ്ങനെ ട്രെയിൻ വരാൻ സമയമായി തുടങ്ങി. ഇപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ലാസ്റ്റ് ഇക്കാക്കാക്ക് മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട്. ഞങ്ങൾക്ക് കൊണ്ടാക്കണേന് ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ ഇക്കാക്ക തിരിച്ചു വരും. ബാബിനെയും കുട്ടീനെയും ഇൻഷാല്ല പറ്റുമെങ്കിൽ അവരെയും കൊണ്ടുപോകാൻ വരും. അല്ലെങ്കിൽ ബാബിയും കുട്ടിയും വേഗം പോകുമല്ലോ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ ട്രെയിൻ വന്നു. ഇക്കാക്ക അതാ ട്രെയിനിൽ കയറി പോവുകയാണ്. വല്ലാത്തൊരു മൊമെൻറ്റ്സാണ് സത്യം പറഞ്ഞാൽ. പ്രവാസമേ വേണ്ടാന്ന് വെച്ചിക്കാൻ തോന്നും അല്ലേ? പക്ഷേ നമ്മളെ ജീവിതത്തിന് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നൊരു ഇത് മാത്രം. അങ്ങനെ ഇക്കാക്ക യാത്രയായി. നമ്മൾ പിന്നെ അങ്ങനെ തിരിച്ചു വരികയാണ് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ കൂടി സങ്കടം വരികയാണ്. അങ്ങനെ ഞാനും മിക്കും ഇനൂസും കൂടി വരും. വാവാശിക്കുട്ടി വന്നിട്ടില്ല.
അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഒസ്രൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളാണ് വരുന്നത്. പക്ഷേ ഷിഹാബ് തങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്കാൻ്റെ ട്രെയിൻ ലേറ്റായ കാരണം. അങ്ങനെ ഒസ്ര മേലെപ്പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിനാണ്. നമ്മൾ ഇൻഡസ് ഫർണിച്ചറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്, MH ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ നെബുവിൻ്റെ ഷോപ്പ്. ഇത് നമ്മളെ നൗഷിമ കേട്ടോ. ഇത് നമ്മളെ നെബു വൈറ്റ് ഷോള്. ഇത് നമ്മളെ നിഷക്കുട്ടി, നമ്മളെ ജിമ്മിൻ്റെ ഓണർ. അപ്പോൾ ഇതാണ് നിഷൻ ഷോപ്പ്. പിന്നെ നിഷൻ്റെ അല്ല, നെബുവിൻ്റെ ഷോപ്പ്. പിന്നെ കുറേ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. നെബുവിൻ്റെ താത്താരും എല്ലാവരും ഉണ്ട് കേട്ടോ, സിസ്റ്റേഴ്സൊക്കെ. അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അപ്പോൾ രാവിലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഈവനിങ് ആണ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോയി ഫ്രഷായി വേറെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് ക്ലിപ്പിങ്സൊക്കെ എടുത്തു. പിന്നെ ഇതാ നെബുവിൻ്റെ ഹസ്ബൻഡ് നൗഫൽക്ക ഉണ്ടോയിട്ട്. പിന്നെ ഇതാ നമ്മൾ നെബു, നൗഫൽക്ക, ഇക്കു, ഞാൻ, ഫസരി, അനസ്, അത് നമ്മളെ ഫ്രണ്ട്. ഇനി നമ്മളെ ഗാങ്ങിൽ രണ്ടാളും കൂടി കേട്ടോ, നൗഷിമയും തസ്ലിയും. അതിൽ നൗഷിമ വേഗം പോയി. നൗഷിത്താത്തയാണ് കേട്ടോ, ഞങ്ങൾ നൗഷിമ എന്ന് വിളിക്കൽ. ഞങ്ങൾ ഒരു ഉമ്മാൻ്റെ സ്ഥാനം, ഞങ്ങളെ താത്തയാണ് കേട്ടോ. പിന്നെ തസ്ലി കുട്ടിക്ക് രാവിലെ വരാൻ പറ്റിയിട്ടുണ്ടായില്ല. ഈവനിങ്ങിൽ വന്നപ്പോൾ വീഡിയോസ് എടുക്കാൻ എനിക്ക് കാര്യമായിട്ട് പറ്റിയില്ല, ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ ഈവനിങ്ങിൽ നമ്മളുടെ ഒക്കെ സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ടെൻഷൻ വന്നാലും സങ്കടം വന്നാലും കൂടുതൽ കാണുന്ന വീഡിയോസ് ഉള്ളതായിട്ട് എല്ലാവർക്കും കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.